ഇടതനുകൂല ന്യൂനപക്ഷ സംഘടനകളുടെ രാഷ്ട്രീയ കൂട്ടായ്മ രൂപീകരണത്തെ തള്ളിയിരിക്കുകയാണ് INL ഔദ്യോഗിക വിഭാഗം. INL ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നും പ്രാദേശിക കൂട്ടായ്മകളോട് സഹകരിക്കില്ലെന്നും നേതൃത്വം വ്യക്തമാക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആവശ്യപ്പെടുന്ന INL ഇടതനുകൂല ന്യൂനപക്ഷ കൂട്ടായ്മയും തള്ളി. അബ്ദുൽ നാസർ മദീനെ രക്ഷാധികാരിയാക്കി ഇരുപക്ഷ INLയെയും ഒരുമിച്ച് കൊണ്ടുവരാൻ PT റഹീം MLAയുടെ നേതൃത്വത്തിൽ നടന്ന നീക്കങ്ങളെയാണ് പൂർണ്ണമായും തള്ളുന്നത്. വിമത വിഭാഗവുമായി യോജിക്കുന്നത് ആത്മഹത്യാപരമാണെന്നാണ് INL നിലപാട്. നീക്കത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന് അഹമ്മദ് ദേവർകോവിലും കാസിം ഇരിക്കൂറും വ്യക്തത വരുത്തി. അങ്ങനെ ചർച്ചകൾ നടന്നതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മറ്റെന്തെങ്കിലും ഒരു നിലപാടിലേക്ക് പോകേണ്ട പ്രത്യേക സാഹചര്യമൊന്നും ഇന്ന് നിലവിലില്ല. ഈ പാർട്ടി ഒരു ദേശീയ പാർട്ടിയാണ്. 11 സംസ്ഥാനങ്ങളിൽ ഇതിന് പ്രവർത്തനങ്ങളുണ്ട്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സജീവമായൊരു ഘടകകക്ഷിയാണ്. ഞങ്ങൾ ഘടകകക്ഷി ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നീട് മറ്റൊരു മാർഗത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് INL വഴിക്ക് വ്യവസ്ഥാപിതമായി മുന്നോട്ട് പോകുന്നുണ്ട്. KSMC അടക്കമുള്ള ലീഗ് വിരുദ്ധരെയും സമസ്തയിലെ ഇടതാനുകൂല നിലപാട് സ്വീകരിക്കുന്നവരെയും ഒരുമിപ്പിക്കാനായിരുന്നു PT റഹീമിന്റെ നീക്കം. അലയൻസ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്ന പേരിൽ ആദ്യം പൊതുസംഘടനയെ രൂപീകരിക്കാനും ഭാവിയിൽ രാഷ്ട്രീയ പാർട്ടിയായി മാറ്റാനുമായിരുന്നു ആലോചന. INL ഔദ്യോഗിക വിഭാഗം ഇതിനോട് മുഖം തിരിക്കുന്നതോടെ ന്യൂനപക്ഷ കൂട്ടായ്മയുടെ സാധ്യതയും മങ്ങുകയാണ്. റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.